വെൽക്കം ടു ഗ്രേഡിയൻറ്റ് പാർട്സ് ഓഫ് എവല്യൂഷൻ എന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ്. 7ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണെന്നുള്ള കാര്യം ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. സോ ഇന്നത്തോടുകൂടി ആ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആവും. നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോണിനെ പറ്റിയാണ്. അപ്പോൾ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? നമ്മൾ നമ്മുടെ നെർവിലൂടെ എങ്ങനെയാണ് ഇമ്പൾസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് ഇമ്പൾസ് ഫോം ചെയ്യുന്നതെന്നും അത് ട്രാവൽ ചെയ്യുന്ന രീതിയും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ന്യൂറോണുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറൊക്കെ നിങ്ങൾക്കറിയാം. അതിൽ വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും അതിനെ പറ്റിയിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബേസിക് ഐഡിയ ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് എവിടേക്കാണ് ഇമ്പൾസുകളെ കൊണ്ടുപോകുന്നത്, എവിടെ നിന്ന് എവിടേക്കാണ് ഇമ്പൾസുകളെ ക്യാരി ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ന്യൂറോണിനെ നമുക്ക് മൂന്നായി തിരിക്കാൻ പറ്റും. 1 സെൻസറി ന്യൂറോൺ, 2 ഇൻ്റർ ന്യൂറോൺ, 3 മോട്ടോർ ന്യൂറോൺ. പേര് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടെ നിന്ന് പറയണം, ഇവിടെ നിന്ന് എങ്ങോട്ടാണ് ഇമ്പൾസുകളെ കൊണ്ടുപോകുന്നത്. അതായത് നമ്മുടെ റിസപ്റ്ററുകളിൽ നിന്ന്. എന്താ റിസപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻസറി ഓർഗൻസ് അല്ലേ, സ്കിന്നുണ്ട്, കണ്ണുണ്ട്, കേൾവിയുണ്ട്, അതുപോലെയുള്ള സെൻസറി ഓർഗൻസ്. അവിടെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പുറം ലോകത്തിൻ്റെ സെൻസുകൾ കിട്ടുന്നത്. ഈ കിട്ടുന്ന കാര്യങ്ങൾ റിസീവ് ചെയ്യുന്ന ആരാണ്? റിസപ്റ്ററുകളാണ്. അപ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന ഇമ്പൾസുകളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്തൊക്കെ അതിനകത്ത് വരും. ബ്രെയിനും അതുപോലെ തന്നെ നമ്മുടെ സ്പൈനൽ കോഡും കൂടി അടങ്ങുന്നതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പോൾ റിസപ്റ്ററുകളിൽ നിന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ഇമ്പൾസുകളെ കൊണ്ടുപോകുന്ന ന്യൂറോണിനെ വിളിക്കുന്ന പേര് സെൻസറി ന്യൂറോൺ. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, സെൻസ് ഓർഗനുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പുറത്തുള്ള ഇൻഫർമേഷൻസ് തരുന്നത്. ആ തരുന്ന ഇൻഫർമേഷൻസിനെ കൊണ്ടുപോകുന്നത് കൊണ്ട് ആ ന്യൂറോൺ എന്ത് വിളിച്ചു? സെൻസ് ഓർഗനുകളുടെ ന്യൂറോൺ എന്ന രീതിക്ക് അതിനെ സെൻസറി ന്യൂറോണുകൾ എന്ന് വിളിച്ചു. അപ്പോൾ സെൻസറി ന്യൂറോണുകൾ ഡേറ്റ കൊണ്ടുവന്ന് എവിടെ എത്തിച്ചു? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എത്തിച്ചു. ഫോർ എക്സാമ്പിൾ ബ്രെയിനിൽ എത്തിച്ചു. അപ്പോൾ ബ്രെയിനകത്തുള്ള ചില പ്രത്യേക ഭാഗങ്ങൾ വെച്ചിട്ടാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യം നമ്മൾ പഠിച്ചു. സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അവിടെ വെച്ച് എന്ത് ചെയ്യും? ഡേറ്റ ഫോം ചെയ്യും. ഫോം ചെയ്യുമ്പോൾ നമുക്കറിയണം അല്ലേ, ഇവിടുന്ന് കൊടുത്ത ഈ ഇമ്പൾസുകളെ തിരിച്ച് എന്ത് ചെയ്യണം? ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഞാനിപ്പോൾ ഒരു ചൂടുള്ള ഒരു ഒബ്ജക്റ്റ് തൊട്ടു. അപ്പോൾ ഇവിടുത്തെ ചൂടുള്ള ഒരു ഒബ്ജക്റ്റാണ്, അതിൽ കൂടുതൽ നേരം തൊട്ടിരുന്നാൽ അതിൻ്റെ കൈ പൊള്ളും. അപ്പോൾ എന്ത് പറ്റും? ചൂട് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുകയാണ്? അതിൻ്റെ സ്കിന്ന് സെൻസ് ചെയ്യുകയാണ്. ഇൻഫർമേഷൻ എങ്ങോട്ട് അയക്കുന്നു? ബ്രെയിനിലോട്ട് അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് അയക്കുന്നു. ആര് കൊണ്ടുപോകും? സെൻസറി ന്യൂറോൺ കൊണ്ടുപോകും. അപ്പോൾ അവിടെ വെച്ചത് പ്രോസസ്സ് ചെയ്തു. പ്രോസസ്സ് ചെയ്യുമ്പോൾ മനസ്സിലായി അത് ഹോട്ടാണ്, ഡേഞ്ചറാണ് അല്ലേ. അപ്പോൾ എന്ത് പറ്റും? കൈ വലിക്കണം. എന്ത് ചെയ്യണം? കൈ തിരിച്ച് വലിക്കണം. അപ്പോൾ അതാര് പറഞ്ഞു കൊടുക്കണം? കയ്യിലുള്ള മസിലിനോട്ട് പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന സെൻസറി ന്യൂറോണിൽ നിന്നുള്ള ഇമ്പൾസ് എങ്ങോട്ട് എത്തണം? മറ്റൊരു ന്യൂറോണിലോട്ട് എത്തണം. ആ ന്യൂറോൺ എന്താ ചെയ്യുന്നത്? അത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും നമ്മുടെ ഓർഗനുകളിലേക്ക്, ഫോർ എക്സാമ്പിൾ മസിലിലോട്ടും ഗ്ലാൻഡിലോട്ടും ഇമ്പൾസ് കൊണ്ടുപോകുന്നതാണ്. അതിനെ വിളിക്കുന്ന പേര് മോട്ടോർ ന്യൂറോൺ എന്നാണ്. എന്താണ്? മോട്ടോർ ന്യൂറോൺ. അപ്പോൾ സെൻസറി ന്യൂറോൺ എന്ത് പറ്റുന്നു? ഇമ്പൾസുകളെ കൊണ്ടുപോയി ബ്രെയിനിൽ കൊടുക്കുമ്പോൾ മോട്ടോർ ന്യൂറോൺ അതിൻ്റെ റിഫ്ലക്സ് അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻ എന്താണോ അതിനെ ബ്രെയിനിൽ നിന്ന് ഏത് ഓർഗനിലോട്ടാണോ എത്തേണ്ടത് അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ അകത്ത് വെച്ചൊരു കണക്ഷൻ വേണം. അതിനാണ് ആരുള്ളത്? ഇൻ്റർ ന്യൂറോൺ ഉള്ളത്. ആരുള്ളത്? ഇൻ്റർ ന്യൂറോൺ. ഇൻ്റർ കണക്ട് ചെയ്യുന്നു സെൻസറി ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോണിനെയും പരസ്പരം ഇൻ്റർ കണക്ട് ചെയ്യുന്ന ന്യൂറോൺ ഇൻ്റർ ന്യൂറോൺ. സെറ്റാണ്. അപ്പോൾ ന്യൂറോണുകൾ എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ്. ഏതൊക്കെയാണ്? 3 സെൻസ് ഓർഗനുകളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ റിസപ്റ്ററുകളിൽ നിന്ന് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ചേർത്ത് നമ്മൾ എന്ത് വിളിക്കും? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് മെസ്സേജ് കൊണ്ടുപോകുന്ന ന്യൂറോൺ, സെൻസ് ചെയ്യുന്ന ന്യൂറോൺ എന്ന പേരിൽ നമ്മൾ എന്തറിയപ്പെടും? സെൻസറി ന്യൂറോൺ എന്ന് വിളിക്കും. അതിനനുസരിച്ചുള്ള റിഫ്ലക്സ് എന്ത് ചെയ്യണം? ഈ പറയുന്ന ബ്രെയിനിൽ നിന്ന് അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് നിശ്ചിത ഓർഗനിലോട്ട് പോകണം. അപ്പോൾ അവിടോട്ട് കൊണ്ടുപോകുന്നതാണ് ആര്? മോട്ടോർ ന്യൂറോൺ. എന്ത് ന്യൂറോൺ? മോട്ടോർ ന്യൂറോൺ. അപ്പോൾ ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ന്യൂറോണാണ് ആര്? ഇൻ്റർ ന്യൂറോൺ. പേരിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ന്യൂറോണുകൾ എന്ത് ചെയ്തിട്ടുള്ളത്? 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനിവിടെ ടേബിളാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ഒരു ടേബിൾ നിങ്ങളത് ഫില്ല് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഞാനത് ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്താ പറയുന്നത്? ന്യൂറോണുകൾ എത്ര തരത്തിലുണ്ട്? 3 തരത്തിലുണ്ട്. സെൻസറി ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, ഇൻ്റർ ന്യൂറോൺ. Sensory neuron carries the signal from the receptors like skin, eye, etc. to the central nervous system. എന്താണ് മോട്ടോർ ന്യൂറോൺ? ട്രാൻസ്മിറ്റ് സിഗ്നൽസ് ഫ്രം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ടു ദ മസിൽസ് ഓർ ദ ഗ്ലാൻസ് ഓർ ദ ഓർഗൻസ്. ഇൻ്റർ ന്യൂറോണിൻ്റെ ജോലി എന്തായിരിക്കും? കണക്ട് ദ സെൻസറി ആൻഡ് ദ മോട്ടോർ ന്യൂറോൺ വിത്തിൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പ്രോസസ് ദ ഇൻഫർമേഷൻ. കേട്ടോ, ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്ത്, അതായത് കിട്ടുന്ന കാര്യം അല്ലേ, സെൻസറി ന്യൂറോൺ കൊണ്ടുവരുന്ന കാര്യത്തിനെ മനസ്സിലാക്കിയിട്ട് ഒരു റിഫ്ലക്സ് ഉണ്ടാവുമല്ലോ, അതെന്ത് ചെയ്യും? തിരിച്ചു കൊടുത്തു വിടുന്നതാണ് ആര്? ഇൻ്റർ ന്യൂറോണിൻ്റെ ജോലി എന്ന് പറയുന്നത്. ആരുടെ ജോലി എന്ന് പറയുന്നത്? ഇൻ്റർ ന്യൂറോൺ. അപ്പോൾ ഇൻ്റർ ന്യൂറോൺ ഇരിക്കുന്നത് എവിടെയാണ്? സെൻട്രൽ
നെർവസ് സിസ്റ്റത്തിൽ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ന്യൂറോണുകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് നെർവുകളെ പറ്റിയാണ്. വേറെ ഒന്നുമില്ല, ന്യൂറോണുകൾ ചേരുമ്പോഴാണ് നെർവ് ഉണ്ടാകുന്നത്. ന്യൂറോണുകൾ ചേരുമ്പോഴാണ് നെർവ് ഉണ്ടാകുന്നത്. നിങ്ങളൊരു വയർ കണ്ടിട്ടുണ്ടാവുമല്ലോ, കറണ്ട് കൊണ്ടുപോകുന്ന വയർ. ഈ കറണ്ട് കൊണ്ടുപോകുന്ന വയർ എന്ന് പറയുന്നത് ഒരു ഇൻസുലേഷൻ്റെ കവറിനകത്തായിരിക്കും അല്ലേ. ഇതിനകത്ത് ചെറിയ 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 എന്തുണ്ട്, വയറുകളുണ്ട്. ഈ ചെറിയ വയറുകൾ നിങ്ങൾ എന്തായിട്ട് കണക്കാക്കുക, ന്യൂറോണായിട്ട് കണക്കാക്കുക. ഈ വയറിന് മൊത്തത്തിൽ നിങ്ങൾ എന്തായിട്ട് കണക്കാക്കുക, നെർവായിട്ട് കണക്കാക്കുക. താഴത്തെ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. കണ്ടോ, ഈ അകത്താണ് ന്യൂറോണുകൾ ഇങ്ങനെ ബണ്ടിലായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് എന്ത് ചെയ്തേക്കുകയാണ്, ഒരു കവറിങ് കൊടുത്തേക്കുകയാണ്. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, നെർവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നെർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ തരത്തിലുള്ള ആക്സോണുകളുടെ ഗ്രൂപ്പ്. ആക്സോൺ എന്താണെന്നുള്ളത് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ. സോ ദ നെർവ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആക്സോൺസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് കവേർഡ് വിത്ത് എ ലെയർ ഓഫ് ഫാറ്റ് ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ അല്ലേ. അപ്പോൾ എന്താണ്, ആക്സോണിനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസിനെ എന്ത് ചെയ്യുന്നു, ഒരു ഫാറ്റ് ലെയർ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. ഇതാ ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ നെർവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏത് തരം ന്യൂറോണിനെയാണ് ഇവർ കൊണ്ടുപോകുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് നെർവിനെ എത്ര എടുത്തിരിക്കാം, 3 എടുത്തിരിക്കാം. ഏതൊക്കെയാണ്, സെൻസറി നെർവ്. പേരിൽ നിന്ന് തന്നെ നിങ്ങൾ പറയും എന്താണ്, സെൻസറി ന്യൂറോണുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്തായിരിക്കും ജോലി, സെൻസറി ന്യൂറോൺ ചെയ്യുന്ന അതേ ജോലി തന്നെ. മോട്ടോർ നെർവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തായിരിക്കും, മോട്ടോർ ന്യൂറോണുകൾ കൊണ്ടായിരിക്കും. എന്താ ജോലി, ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ടു ദ ഓർഗൻ ആണെങ്കിൽ മിക്സഡ് നെർവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ടാകും, ഈ സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണും ഒരുമിച്ചുണ്ടാകും. അപ്പോൾ അവിടെ മാത്രം എന്ത് ചെയ്യരുത്, മാറ്റം വരരുത്. നിങ്ങൾ എന്ത് ചെയ്യരുത്, മിക്സഡ് ന്യൂറോൺ കണ്ടിട്ട് അതിനകത്ത് ഇൻ്റർ ന്യൂറോണുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് മാത്രം എഴുതരുത്. അപ്പോൾ സെൻസറി ന്യൂറോണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻസറി നെർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻസറി ന്യൂറോണുകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ക്യാരീസ് മെസ്സേജസ് ഫ്രം ദ സെൻസ് ഓർഗൻ ഓർ ദ റിസപ്റ്റേഴ്സ് ടു ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. നേരത്തെ പഠിച്ച അതേ പോയിന്റ്. മോട്ടോർ നെർവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മോട്ടോർ ന്യൂറോണുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ട്രാൻസ്മിറ്റ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ടു ദ ഓർഗൻസ്. സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് മിക്സഡ് നെർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോത്ത് സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണും അതിനകത്തുണ്ടാകും. എന്താ ജോലി, ക്യാരീസ് മെസ്സേജസ് ടു ആൻഡ് ഫ്രം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. അവിടെ എന്താണ്, നമ്മുടെ 1 വേ റോഡ് പോലെ അല്ല, 2 വേ റോഡാണ് അല്ലേ. പണ്ടത്തെ നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഉള്ള റോഡ് പോലെ അങ്ങോട്ടും പോകാൻ പറ്റും, അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് പോകാനും പറ്റും. വലിയ ബൈപ്പാസ് പോലെ ഒരു റൂട്ട് മാത്രം പോകുന്ന ടൈപ്പല്ല. സോ അതാണ് മിക്സഡ് നെർവ് എന്ന് പറയുന്നത്. മിക്സഡ് എന്ന് പറയുമ്പോൾ അവിടെ മിക്സാണ്. ആരൊക്കെ തമ്മിലുള്ള മിക്സ്, സെൻസറി ന്യൂറോണിൻ്റെയും മോട്ടോർ ന്യൂറോണിൻ്റെയും മിക്സാണ് ഇവിടെ കാണുന്നത്, മിക്സഡ് നെർവിൽ കാണുന്നത്. അപ്പോൾ അങ്ങോട്ട് റിസപ്റ്ററിൽ നിന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ടും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഓർഗനിലോട്ടും എന്ത് ചെയ്യും, മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, മിക്സഡ് നെർവ് എന്ന് പറയുന്നത്. തെറ്റല്ലേ, ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു, ന്യൂറോണും നെർവും. ഇനി ഒരു ചെറിയ ടോപ്പിക്കാണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഓട്ടോമേറ്റ് ചെയ്ത് വയ്ക്കണം. എന്ത് ചെയ്ത് വയ്ക്കണം, ഓട്ടോമേറ്റ് ചെയ്ത് വയ്ക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, നമ്മൾ വണ്ടികൾ ഓടിച്ചു പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കാറുകളെ പറ്റിയൊക്കെ അറിയാമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ കേട്ടിട്ടുണ്ടോ, ക്രൂയിസ് കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മളൊരു നിശ്ചിത സ്പീഡ് അങ്ങ് സെറ്റ് ചെയ്ത് വയ്ക്കും. ഫോർ എക്സാമ്പിൾ, ഈ വണ്ടി പോകേണ്ടത് ഇനി അങ്ങോട്ട് 55 km/h സ്പീഡിലാണ്, 55 km/h സ്പീഡിലാണെന്ന് നമ്മളങ്ങ് സെറ്റ് ചെയ്ത് വയ്ക്കും. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വണ്ടിയൊക്കെ വരുമ്പോൾ വേറെ വാർണിംഗ് ഒക്കെ തരും. എന്നാലും നമ്മൾ ഹൈവേ കൂടെ പോകുന്ന സമയത്ത്, ഹൈവേ കൂടി ക്രൂസ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഉപയോഗിക്കുന്ന സാധനമാണ് ക്രൂസ് കൺട്രോൾ. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. അപ്പം ഞാൻ ഈ 55 സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കാറിലെ സിസ്റ്റം എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് എൻജിൻ്റെ പെർഫോമൻസ് നോക്കിക്കോളും. അതായത് ഒരു കയറ്റം വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് എൻജിൻ്റെ ടോർക്ക് കൂട്ടും, ഇറക്കം വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് സ്പീഡ് എന്ത് ചെയ്യും, കുറയ്ക്കുകയും ചെയ്ത് ഈ നിശ്ചിത കാര്യത്തിൽ കൊണ്ടുപോകുന്ന ജോലിയാണ് ആർക്ക്, ഈ പറയുന്ന ക്രൂസ് കൺട്രോളിനുള്ളത്. ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ കുറേ ടാസ്കുകളുണ്ട്. ഈ ടാസ്കുകൾ എപ്പോഴും നമ്മുടെ ശ്രദ്ധയോടെയല്ല നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹാർട്ട് ബീറ്റ് ചെയ്യുന്നു. ഞാനിപ്പോൾ വിചാരിച്ചാൽ എൻ്റെ ഹാർട്ട് ബീറ്റ് നിർത്തണം എന്ന് വിചാരിച്ചാൽ നിർത്താൻ പറ്റുമോ, ഇല്ല. ഞാൻ ആ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതിനെ പറ്റി അറിയുന്നേ ഇല്ല. എൻ്റെ വയറിനകത്ത് ഡൈജഷൻ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചായ കുടിച്ചിട്ട് വന്നിരുന്ന ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുടിച്ച ചായ എന്ത് ചെയ്യുകയാണ്, ഡൈജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞിട്ടാണോ, ഞാൻ എന്തെങ്കിലും കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് അതിന് വേണ്ടി എടുക്കുന്നുണ്ടോ, ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ഡയറക്റ്റ് കൺട്രോളിലല്ല. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാരാണ് ആര്, ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ആരെന്ന് പറയുന്നത്, ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെവിടെയാണ് കാണുന്നത്, ഇത് പ്രധാനമായിട്ടും നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്താണ് കാണുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യലാണ് ആരുടെ ജോലി, ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഇതിനെ 2ആയിട്ട് തിരിക്കാം, സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്നും പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്നും. ഓക്കെ, അതായത്
ശരീരം ഞാൻ പറഞ്ഞല്ലോ, വണ്ടി കയറ്റം വരുമ്പോഴും ഇറക്കം വരുമ്പോഴും അതനുസരിച്ച് എന്ത് ചെയ്യണം, മാറണം. അപ്പോൾ അതുപോലെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ചില കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ശരീരത്തിലെ ചില ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും, കുറയ്ക്കേണ്ടി വരും. എന്നാൽ ആ സമയം സിറ്റുവേഷൻ കഴിയുമ്പോൾ എന്ത് ചെയ്യണം, തിരിച്ച് പഴയ പടി എത്തിക്കേണ്ടി വരും. അപ്പോൾ അതാണ് ആരുടെ ജോലി, സിമ്പതറ്റിക്കിൻ്റെയും പാരാസിമ്പതറ്റിക്കിൻ്റെയും ജോലി. ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ കിട്ടും. കണ്ടോ, സിമ്പതറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പാനിക്, നമ്മൾ ടെൻഷൻ അടിക്കുന്ന അവസ്ഥയാണ്. കണ്ടോ, ഇറ്റ് എക്യുപ്പ് ദ ബോഡി ടു റെസ്പോണ്ട് ഡ്യൂറിങ് എമർജൻസി സിറ്റുവേഷൻസ്. എമർജൻസി സിറ്റുവേഷനുകളിൽ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി, സിമ്പതറ്റിക് സിസ്റ്റത്തിൻ്റെ ജോലിയെങ്കിൽ തിരിച്ച് ബോഡിയെ റിലാക്സ് ചെയ്യുന്ന സമയത്ത് പഴയ പടി എത്തിക്കുകയാണ് ആരുടെ ജോലി, പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിൻ്റെ ജോലി എന്ന് പറയും. ഇവിടെ നോക്ക്, നമ്മൾ പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്ന് എന്തെങ്കിലും കണ്ട് നമ്മൾ പേടിച്ചു, നമ്മുടെ കണ്ണുകൾ എന്ത് ചെയ്യും, ഡയലേറ്റ് ചെയ്യും. കാരണം എമർജൻസിയാണ്, പട്ടി ഓട്ടിക്കാൻ വന്നേക്കെയാണ്. ഒന്ന് കണ്ണ് തെറ്റിയാൽ പട്ടി നമ്മളെ കടിക്കും. കടിച്ചാൽ നല്ലൊരു കാര്യമാണോ, അല്ല. അപ്പോൾ ബ്രെയിൻ പറയും, എടാ ആക്ടിവേറ്റ് ചെയ്തോ, നമ്മൾ എന്താണ് പ്രശ്നം വന്നിരിക്കുകയാണ്, അപ്പോൾ കണ്ണ് കണ്ട് നേരെ ഓടണ്ടേ, അല്ലേ? ഈ പറയുന്ന നമുക്ക് മറ്റേ ഏതോ സിനിമ സുരാജ് പറയും പോലെ, എനിക്ക് ദേശത്തെ വഴി അറിഞ്ഞൂടാന്ന് പറഞ്ഞ് ഓടും പോലെ എന്താണ്, നമുക്ക് കണ്ണ് നല്ല കാഴ്ച വേണം, അല്ലെ? ശ്രദ്ധിക്കണം, സിറ്റുവേഷനാണ്. അപ്പോൾ കണ്ണ് ഡയലേറ്റ് ചെയ്യും. ആര്, സിമ്പതറ്റിക് സിസ്റ്റമാണ് അത് നോക്കുന്നത്. സലൈവ പ്രൊഡക്ഷൻ കുറയ്ക്കും. കാരണം സലൈവ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതും കുറയുന്നതൊന്നും നമ്മുടെ കൺട്രോളിലാണോ, അല്ല. അപ്പോൾ അത് കൂട്ടാനും കുറയ്ക്കാനും ആർക്ക് പറ്റും, നമ്മുടെ ഓട്ടോണമസ് സിസ്റ്റത്തിൽ പറ്റും. അപ്പോൾ നമ്മളൊരു സിറ്റുവേഷൻ കണ്ട് പേടിച്ചിരിക്കുമ്പോൾ ദഹിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഫുഡൊന്നും കഴിക്കില്ലല്ലോ, അപ്പോൾ എന്തെങ്കിലും ഇറങ്ങുമോ, ഇല്ല. അപ്പോൾ സലൈവയുടെ പ്രൊഡക്ഷൻ ഇപ്പോൾ ആവശ്യമില്ല, കുറയ്ക്കും. എന്നാൽ അടുത്ത് ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റ് കൂട്ടും. കാരണം ബ്ലഡ് എല്ലായിടത്തോട്ടും പമ്പ് ചെയ്തെത്തണം. കാരണം പെട്ടെന്ന് സിറ്റുവേഷനാണ്, അല്ലേ? ശ്വാസം വേണം. സോ ലങ്സ് എക്സ്പാൻഡ് ചെയ്യും. ഡൈജഷൻ എന്ത് ചെയ്യും, സ്ലോ ചെയ്യും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, ഹോർമോൺ പ്രൊഡക്ഷൻസ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ നമ്മുടെ പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയിലൂടെയുള്ള ആഹാരത്തിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ കുറയ്ക്കും. അതുപോലെ എന്താണ്, യൂറിനെ റീറ്റെയിൻ ചെയ്യും. എന്ത് ചെയ്യും, യൂറിനെ റീറ്റെയിൻ ചെയ്യും. അപ്പോൾ എന്താ സംഭവം, ഇവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയപ്പോൾ കണ്ടോ, കണ്ണിൻ്റെ പ്യൂപ്പിളിൻ്റെ വലിപ്പം, ഹാർട്ടിൻ്റെ സ്പന്ദനം, ലങ്സിൻ്റെ എക്സ്പാൻഷൻ്റെ ഒക്കെ റേറ്റ്, വയറിൽ നടക്കുന്ന ഡൈജഷൻ്റെ റേറ്റ്, അതുപോലെ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ, ശരീരത്തിൽ ഇൻഡസ്ട്രിയലിനോട് കൂടെ നടക്കുന്ന പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ്, അതുപോലെ യൂറിൻ്റെ പ്രൊഡക്ഷനും റീ അബ്സോർപ്ഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്, ഓട്ടോണമസ് നെർവസ് സിസ്റ്റമാണ്. കണ്ടോ, ഇവിടെ എല്ലാം എന്ത് പറ്റും, ബ്രെയിന് ഡയറക്റ്റായിട്ട് ഇതിനെങ്ങനെ നിലനിർത്തി നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കുറേ കാര്യങ്ങൾ ഈ പറയുന്ന സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. അതിൻ്റെ പേരാണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. എന്താണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്? എന്ത് ചെയ്യും, അത് സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ അതങ്ങോട്ട് ചെയ്തോളും. എന്ത് വേണ്ട, ഈ പറയുന്ന ബ്രെയിനിൻ്റെ അല്ലെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് അവിടെ അത്യാവശ്യമുണ്ടെന്ന് ഇല്ല. മാത്രമല്ല അത് ഇൻവോളണ്ടറി ആയിട്ട് നടക്കും, വിത്തൗട്ട് അവർ കോൺഷ്യസ്നെസ്. നമ്മുടെ കോൺഷ്യസ്നെസ് അവിടെ വേണ്ട. ഈ പറഞ്ഞ ഒരു കാര്യവും നമ്മൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണോ ചെയ്യുന്നത്, ഹൃദയം മേടിക്കുന്നത്, ഫുഡ് വയറിനകത്ത് ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് നമ്മളാണോ, നമ്മളത് അറിയാറ് പോലും ഇല്ല, അല്ലേ? ആഹാര വയറിനകത്ത് ഇൻഡസ്ട്രിയിലൂടെ മൂവ് ചെയ്യുന്നതെല്ലാം നമ്മുടെ കൺട്രോളിൽ നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൻ്റെ പേരാണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, അതൊരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അത് എന്ത് ചെയ്യും, ബോഡിയുടെ ഫങ്ഷൻസിനെ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യും, വിത്തൗട്ട് തിങ്കിങ് അബൌട്ട് ദം. നമ്മളതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, ഡൈജഷന്, സ്വെറ്റിങ്, യൂറിൻ റിലീസ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. സോ ഇത് ബ്രെയിൻ അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വിട്ടേക്കാന്ന് വിചാരിച്ചു. അതിപ്പോൾ വീടിനകത്ത് നമ്മൾ എ സി നമ്മൾ പ്രത്യേക ടെമ്പറേച്ചർ ഇട്ട് കഴിഞ്ഞാൽ പുറത്തെ ടെമ്പറേച്ചറിനനുസരിച്ച് ഈ ടെമ്പറേച്ചർ മുറിക്കകത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എ സിയുടെ ജോലി. അത് ചൂടാക്കണമെങ്കിൽ ചൂടാക്കും, തണുപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യും, തണുപ്പിക്കും. നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ട് തണുപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് എങ്കിലും ഓക്കെ, ഇറ്റ് വർക്ക്സ് ഓൺ ഇറ്റ്സ് ഓൺ, സ്വന്തമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, വിത്തൗട്ട് ദ കോൺഷ്യസ് എഫേർട്ട്. നമ്മുടെ കോൺഷ്യസ്നെസ് അവിടെ ഉണ്ടാവില്ല. രണ്ട് ഭാഗങ്ങളുണ്ട്, സിമ്പതറ്റിക്കും ഉണ്ട്, പാരാസിമ്പതറ്റിക്കും ഉണ്ട്. സിമ്പതറ്റിക്കിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, അല്ലേ? വർക്ക് ഡ്യൂറിങ് എമർജൻസി സിറ്റുവേഷൻസ് ഓർ സ്ട്രെസ് ഓർ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, അല്ലേ? അടുത്ത എക്സാമ്പിൾസ് ആണെന്ത്, ഹാർട്ട് ബീറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ പേടിക്കുന്നൊരവസ്ഥ ആലോചിച്ചാൽ മതി. നിങ്ങളുടെ ടീച്ചർ ചോദ്യം ചോദിക്കാൻ വേണ്ടി എണീപ്പിച്ച് നിർത്തിയേക്കുകയാണ്. ചിലർക്ക് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ടെൻഷൻ വരുമ്പോൾ എന്ത് പറ്റും, ബാത്റൂമിൽ പോകാനൊക്കെ തോന്നും, അല്ലേ? എന്ത് ചെയ്യാൻ തോന്നും, ബാത്റൂമിലൊക്കെ പോകാനായിട്ട് തോന്നും. എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ പറയുന്ന ഹോർമോണുകളുടെ അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിൻ്റെ കളികളാണത്. എന്നാൽ ഈ സിറ്റുവേഷൻ മാറിക്കഴിയുമ്പോൾ നമ്മുടെ ബോഡിയെ തിരിച്ച് റെസ്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി, ഈ പറയുന്നത് പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഹാർട്ട് ബീറ്റ് കൂട്ടി അതിനെ സ്ലോ ചെയ്യും, ഡൈജഷനൊക്കെ എന്ത് ചെയ്യും, തിരിച്ചു കൊണ്ടുവരും. കണ്ടോ, പ്യൂപ്പിളിനെ ഡയലേറ്റ് ചെയ്താൽ അതിനെ തിരിച്ച് കോൺസ്ട്രിക്റ്റ് ചെയ്യുന്ന ആരാണ്, പാരാസിമ്പതറ്റിക് ആണ്. സലൈവ പ്രൊഡക്ഷൻ കുറഞ്ഞതിനെ തിരിച്ച് പഴയപടി എത്തിക്കുക, ഹാർട്ടിൻ്റെ
ബീറ്റിങ്ങിൻ്റെ അളവ് തിരിച്ച് കുറയ്ക്കുക, ലങ്സ് ഡയലേറ്റ് ആയെങ്കിൽ അതിനെ എക്സ്പാൻഡ് ആയെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ കൺസ്ട്രക്ട് ചെയ്യുക, അതുപോലെ എന്താണ് ഡൈജഷൻ വീണ്ടും ആരംഭിക്കുക, പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് സ്ലോ ആക്കുക, അതുപോലെ തന്നെ യൂറിൻ്റെ റിട്ടൻഷൻ പിടിച്ചു നിർത്തിയിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ആവശ്യമില്ലാതെ യൂറിന് പുറം തള്ളുക എന്നൊക്കെ ഉള്ളത് ആരുടെ ജോലിയാണ്, പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിൻ്റെ ജോലിയാണ്. സെറ്റല്ലേ? അപ്പോൾ ഇതാണ് എന്ത് സിമ്പതറ്റിക് സിസ്റ്റവും പാരാസിമ്പതറ്റിക് സിസ്റ്റവും എന്ന് പറയുന്നത്. സിമ്പതറ്റിക്കിനകത്ത് എന്തൊക്കെ വരും, പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യുന്നു, ഞാനിപ്പോൾ പറഞ്ഞ ആ പോയിന്റുകളെല്ലാം അതിനകത്ത് വരും. ഓക്കെ, നെക്സ്റ്റ് പാരാസിമ്പതറ്റിക്കിനകത്ത് നമ്മൾ പറഞ്ഞതെല്ലാം ഓപ്പോസിറ്റായിട്ട് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ പരീക്ഷയ്ക്ക് ഇവിടെ ചോദിച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് പാരാസിമ്പതറ്റിക്കും സിമ്പതറ്റിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടുന്ന് എഴുതാനായിട്ട് പറ്റുമല്ലോ, പറ്റും അല്ലേ? കണ്ണാണെങ്കിൽ ഡയലേറ്റ് ചെയ്യുമ്പോൾ മറ്റവൻ കൺസ്ട്രക്ട് ചെയ്യും, സലിവ പ്രൊഡക്ഷൻ കുറയ്ക്കുമ്പോൾ മറ്റേ അത് കൂട്ടും. സോ ആ ടേബിൾ ഞാനിവിടെ മൊത്തത്തിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് നോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയും. തീർന്നു. നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ലാസ്റ്റ് ക്ലാസ്സല്ലേ, ഒരു 2 ടോപ്പിക് കൂടി ഉണ്ട്, അതുകൂടി ഞാനിപ്പോൾ തന്നെ അങ്ങ് എടുക്കാം. സംഭവം സ്പോണ്ടേനിയസ് റെസ്പോൺസ് ആണ്. എന്തുവാണ് സ്പോണ്ടേനിയസ് റെസ്പോൺസ്? നമ്മൾ അതിൻ്റെ പരീക്ഷയ്ക്ക് ഇപ്പോഴും റിഫ്ലക്സ് ആർക്ക് എഴുതാൻ ചോദിക്കും. എന്താണ് റിഫ്ലക്സ് ആർക്ക്? എന്താ റിഫ്ലക്സ് ആർക്ക് എന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് പലതവണ. എന്താ ഞാൻ ആദ്യം ഇന്ന് ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ഇതാണ്. ഞാനൊരു ചൂടുള്ള വസ്തുവിലേക്ക് തൊട്ടു. നിങ്ങൾക്കറിയാം, ഞാൻ ചൂടുള്ളൊരു വസ്തുവിനെ തൊടുന്ന സമയത്ത് എന്ത് പറ്റും, കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. കൂടുതൽ നേരെ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ അത് അപകടം ഉണ്ടാക്കും. അപ്പോൾ എന്ത് പറ്റും, എൻ്റെ സ്കിന്ന് സെൻസ് ചെയ്യും എന്താണ് ഇപ്പോൾ ഒരു പ്രശ്നമാണ്, ആ ഒബ്ജക്റ്റ് ചൂടാണ്. അപ്പോൾ ആ ചൂട് എന്നുള്ളത് ആര് സെൻസ് ചെയ്തു, സ്കിന്ന് സെൻസ് ചെയ്തു. സ്കിൻ എന്താണ്, ഒരു സെൻസറി ഓർഗൻ അല്ലേ? അപ്പോൾ ആ ഓർഗൻ അവിടെ നിന്ന് ഇമ്പൾസുകളെ എങ്ങോട്ട് അയക്കണം, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് അയക്കേണ്ടേ. അത് ആര് കൊണ്ടുപോകും, സെൻസറി നെർവ് കൊണ്ടുപോകും. സോ റിസപ്റ്ററുകൾ അത് സെൻസ് ചെയ്യും, അത് ആർക്ക് കൊടുക്കും, സെൻസറി ന്യൂറോണിന് കൊടുക്കും. ഈ സെൻസറി ന്യൂറോൺ നേരെ ഓടിച്ചെന്ന് എവിടെ എത്തും, ദാ കണ്ടോ സ്പൈനൽ കോഡാണ് ഈ വരച്ചു വെച്ചേക്കുന്നത്. അവിടെ ആരെ എത്തിക്കും, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് എത്തിക്കും. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ഇവിടെ ആരുണ്ട്, ഇൻ്റർ ന്യൂറോൺ ഉണ്ട്. അപ്പോൾ ഇൻ്റർ ന്യൂറോണിൽ വെച്ചിട്ട് എന്ത് പറ്റും, ഈ പറയുന്ന കാര്യമൊക്കെ പ്രോസസ്സ് ചെയ്തിട്ട് മനസ്സിലാക്കും ചൂടാണ് കൈവലിച്ചോ. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും തിരിച്ച് ഈ പറയുന്ന ഓർഗനിലേക്ക് സാധനം എത്തിക്കണം. ആര് കൊണ്ടുപോകും, മോട്ടോർ ന്യൂറോൺ അത് കൊണ്ടുപോകും. സോ മോട്ടോർ ന്യൂറോൺ അത് കൊണ്ടുപോകുന്നു. ആരുടെ അടുത്ത് പറയുന്നു, മസിലിൻ്റെ അടുത്ത് പറയുന്നു, എടാ വലിച്ചോ കൈ. കാരണം കൈയുടെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത് മസിലിലൂടെയാണ്. അപ്പോൾ മസിൽ എന്ത് പറ്റും, റിഫ്ലക്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പോലും ശ്രദ്ധിക്കാതെ ടക്കെന്നങ്ങ് എന്ത് ചെയ്യും, കൈ വലിക്കും, പെട്ടെന്ന് കൈ വലിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞ ഇവിടുത്തെ റിഫ്ലക്സ് ആർക്ക് എഴുതാൻ പറയാം, നിങ്ങൾ പറയാൻ പറ്റത്തില്ലേ, എന്താണ്, ആദ്യം റിസപ്റ്റർ, അവിടുന്ന് നേരെ സെൻസറി ന്യൂറോൺ, അവിടുന്ന് നേരെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്ത് എഴുതണം, ഇൻ്റർ ന്യൂറോൺ എന്ന് എഴുതണം. അവിടുന്ന് നേരെ മോട്ടോർ ന്യൂറോണിന് നേരെ ഏതാണോ ഓർഗൻ, ആ ഓർഗനിലേക്ക് എന്തെത്തും, നമ്മൾ ഈ പറയുന്ന കാര്യം എത്തും. ഓക്കെ ആണല്ലോ? അങ്ങനെ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, ഈ പറയുന്ന സിറ്റുവേഷന് വേണ്ടിയിട്ട് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിഫ്ലക്സ് എന്ന് പറയുന്നത്. റിഫ്ലക്സ് എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിഫ്ലക്സ് എന്ന് പറയുന്നു. തെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. സ്പോണ്ടേനിയസ് റെസ്പോൺസസ് ആൻഡ് റിഫ്ലക്സ് ആക്ഷൻ. അപ്പോൾ എന്താണ് സ്പോണ്ടേനിയസ് റെസ്പോൺസ് ആൻഡ് റിഫ്ലക്സ് ആക്ഷൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയേ എന്താണ് റിഫ്ലക്സ് ആക്ഷൻ. റിഫ്ലക്സ് ആക്ഷൻസ് ആർ ക്വിക്ക് ഓട്ടോമാറ്റിക് റെസ്പോൺസസ് ടു എ സ്റ്റിമുലസ്. നമ്മൾക്കുണ്ടാകുന്ന സ്റ്റിമുലസിനനുസരിച്ച് പെട്ടെന്നും ഓട്ടോമാറ്റിക്കുമായിട്ടുണ്ടാകുന്ന റെസ്പോൺസുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിഫ്ലക്സ് ആക്ഷൻ എന്ന് വിളിക്കുന്നത്. ഒരു ഹോട്ടായ ഒബ്ജക്റ്റ് തൊടുന്നത് പോലെ. എന്താ എൻ്റെ ജോലി, ഇറ്റ് ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ദ ബോഡി ഫ്രം ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുക. ഇവിടെ എന്ത് വേണ്ട, ബ്രെയിനിൻ്റെ ആവശ്യം വേണ്ട. ഓക്കെ, ദീസ് ആക്ഷൻ ഡു നോട്ട് നീഡ് ദ ബ്രെയിൻ ടു റെസ്പോണ്ട്. കണ്ടോ, നമ്മൾ റിഫ്ലക്സ് ആക്ഷനിൽ കണ്ടത് സ്പൈനൽ കോഡിനെയാണ് അല്ലേ, അവിടെ വെച്ച് തന്നെ കാര്യങ്ങൾ എന്ത് ചെയ്യും, തീരുമാനിക്കപ്പെടും. ഓക്കെ, ഹാൻഡിൽഡ് ബൈ ദ സ്പൈനൽ കോഡ് കാര്യങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ഈ പറയുന്ന ഇമ്പൾസിൻ്റെ പാത്ത് വേ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിഫ്ലക്സ് ആർക്ക് എന്ന് വിളിക്കുന്നത്. റിഫ്ലക്സ് ആർക്ക് എന്ന് വിളിക്കുന്നത്. എന്തൊക്കെ സ്റ്റെപ്പുകൾ അതിനകത്ത് ഉണ്ടാവുന്നത്, ഒന്ന്, റിസപ്റ്റർ എന്ത് ചെയ്യും, ആദ്യം ഡിറ്റക്ട് ചെയ്യും സ്റ്റിമുലസിനെ. ഇവിടെ സ്കിന്നിലോ സെൻസ് ഓർഗൻസിലോ ആയിരിക്കും കാണുന്നത്. അത് നേരെ സെൻസറി ന്യൂറോണിലേക്ക് പോകും. അതെന്ത് ചെയ്യും, മെസ്സേജിനെ റിസപ്റ്ററിൽ നിന്ന് സ്പൈനൽ കോഡിലേക്ക് എത്തിക്കും. ഇൻ്റർ ന്യൂറോൺ എന്ത് ചെയ്യും, ഇൻസൈഡ് ദ സ്പൈനൽ കോഡ്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് കാണുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സെൻസറി ന്യൂറോണിനെ മോട്ടോർ ന്യൂറോണിനെ തമ്മിൽ കണക്ട് ചെയ്യും. എന്ത് പറ്റും, ഡിസിഷൻ മേക്കറായിട്ട് ആക്ട് ചെയ്യും. ആ ക്യാരി ചെയ്യുന്ന ഇമ്പൾസ് എങ്ങോട്ട് എത്തിക്കും, മോട്ടോർ ന്യൂറോൺ ഓർഗനിലോട്ട് എത്തിക്കും. ക്യാരീസ് ദ മെസ്സേജ് റെസ്പോൺസ് ഫ്രം ദ സ്പൈനൽ കോഡ് ടു ദ മസിൽസ്. മസിൽ എന്ത് ചെയ്യും, തിരിച്ച് അതിനനുസരിച്ചുള്ള റിഫ്ലക്സ് കൊടുക്കും. അതായത് റിസീവ് ദ മെസ്സേജ്, ആക്ട് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ പോയിന്റ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്, റിഫ്ലക്സ് ആർക്കിൽ പ്രവർത്തിക്കുന്നത് ആരാണ്, ബ്രെയിൻ ആണോ സ്പൈനൽ കോഡാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണത് എന്താണ്, സ്പൈനൽ കോഡാണ്.
റിസപ്റ്ററിൽ നിന്ന് എന്താണ് നമ്മുടെ സെൻസറി ന്യൂറോൺ ഡേറ്റ കൊണ്ടുപോയി സ്പൈനൽ കോഡ് എത്തിക്കും. ഇവിടെ ബ്രെയിൻ ഇടപെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അതിന് മുമ്പ്. കാരണം ബ്രെയിനിലോട്ടൊക്കെ എത്തിയിട്ട് വരാനുള്ള സമയമൊന്നുമില്ല, അതിന് മുമ്പ് കാര്യം നടക്കണം അല്ലേ. നമ്മൾ ചൂടിത്തൊട്ടാൽ സെക്കൻഡ്സിൽ വിത്തിൻ ദ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എന്ത് പറ്റും, നമ്മൾ കൈവലിക്കും. അപ്പോൾ ഈ പറയുന്ന ഇൻ്റർ ന്യൂറോൺ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് ആർക്ക് മെസ്സേജ് കൊടുക്കും? മോട്ടോർ ന്യൂറോൺ വഴി ഏതാണോ ഓർഗൻ അവിടേക്ക് കാര്യം കൊടുക്കും. ഈ പാത്ത് ഈ ഒരു പാത്ത് വേയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിഫ്ലക്സ് ആർക്ക് എന്ന് വിളിക്കുന്നത്. അതെന്ന് വിളിക്കുന്നത് റിഫ്ലക്സ് ആർക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർന്നു. ഏതാണ്ട് ചാപ്റ്റർ സത്യം പറഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി ചെറിയ കാര്യങ്ങളെ വരുന്നുള്ളൂ. ഒന്ന്, നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? യൂസ് ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് എക്സെട്ര വൈൽ റൈഡിങ് മോട്ടോർ ബൈക്ക് ഓർ ഡ്രൈവിംഗ്. കാരണം അപകടങ്ങളുണ്ടാകും. അപകടങ്ങൾ നെർവിന് സംഭവിച്ചാൽ അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. സ്പൈനൽ കോഡിനോ ബ്രെയിനിനോ ഇഞ്ചുറി സംഭവിച്ചാൽ അത് സംഭവിച്ചതാണ്, തിരിച്ചു വരവെന്ന് പറയുന്നത് പോസിബിൾ അല്ല. സോ കെയർഫുൾ. നിങ്ങളൊക്കെ ഭാവിയിൽ വണ്ടിയൊക്കെ ഓടിക്കേണ്ടവരാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയുടെയും കൂടി നിങ്ങൾ വണ്ടി പോകുന്നവരാണ്. സോ ശ്രദ്ധിക്കുക. ബൈക്കിൽ പോകുന്നവർ അധികം സ്പീഡ് എടുക്കാൻ പാടില്ല. ഹെൽമെറ്റ് വയ്ക്കണം. കാറിൽ പോകുന്നവർ സീറ്റ് ബെൽറ്റ് ഇടണം. നമ്മുടെ സിനിമാ നടൻ ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഒക്കെ അവസ്ഥ നിങ്ങൾ ഇപ്പോൾ ടി വിയിലൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത്തരം അപകടങ്ങളൊക്കെ സംഭവിച്ചാൽ, നെർവുകൾക്ക് ഡാമേജ് വന്നാൽ, നെർവസ് സിസ്റ്റത്തിന് ഡാമേജ് വന്നാൽ അത് ഇൻക്യൂറബിൾ ആണ്. കാരണം നെർവുകൾ തിരിച്ചെന്ത് ചെയ്യത്തില്ല. മുറിവ്, കയ്യിലൊരു മുറിവ് ഉണങ്ങുന്ന പോലെ നെർവുകൾ സ്വയം ഹീൽ ചെയ്യത്തില്ല. വൺസ് ഡാമേജ് പറ്റിയത്. ഓക്കെ, കളിക്കുന്ന സമയത്തേക്ക് ഒരു ശ്രദ്ധ വേണം. ടേക്കിംഗ് ബാത്ത് ഇൻ സ്റ്റാഗ്നൻറ്റ് വാട്ടർ മേ കോസ് ഇൻഫെക്ഷൻ, ദെയർഫോർ അവോയ്ഡ് സച്ച് സിറ്റുവേഷൻസ്. എന്ന് വെച്ചാൽ എന്താ? കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും പോയിട്ട് കണ്ട വെള്ളത്തിലൊന്നും ഇറങ്ങി കുളിക്കുകയൊന്നും ചെയ്യരുത്. അമീബിക് ഡിസെൻട്രി അല്ല അമീബിക് മസ്തിഷ്ക ജ്വരം എന്നൊക്കെ പറഞ്ഞൊരു സംഭവം നമ്മുടെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബ്രെയിനിലോട്ട് അമീബയൊക്കെ കയറി പോകുന്നതാണ്. അതൊക്കെ ഇത്തരം കാര്യങ്ങളിലൂടെ ഉണ്ടാകുന്നതാണ് അല്ലേ. ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആക്ടിവിറ്റീസിലോട്ട് പോകാതിരിക്കുക. പോവുകയാണെങ്കിൽ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുക. സ്മോക്കിംഗ്, ആൽക്കഹോളിൻ്റെ യൂസ്, ഡ്രഗ്സ്, ഇതൊന്നും വേണ്ട. ഈ ലഹരി ഒന്നും നമ്മൾ ഒരിടത്തും കൊണ്ടെത്തിക്കത്തില്ല. സോ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അതുപോലെ ഉറങ്ങുക. എന്ത് ചെയ്യുക? നന്നായിട്ട് ഉറങ്ങുക. പരീക്ഷയാണ്, ടെൻഷനാണ്, പുതിയ സിലബസ് ആണെന്നൊക്കെ ഉള്ളതൊക്കെ നല്ലത് തന്നെ. എണീറ്റിരിക്കുന്ന നേരത്തെ അതിനെപ്പറ്റി ആലോചിച്ചാൽ മതി. ഒരു പ്രോപ്പർ 7 to 8 മണിക്കൂർ ഉറക്കം കിട്ടാൻ ശ്രമിക്കുക എന്നല്ല, ശ്രമിച്ചേ പറ്റൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ മെമ്മറി ലോസ് ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും, ലേണിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാവും, നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിനൊക്കെ അതെന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും. സോ 8 to 10 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങണം. 10 പറ്റിയില്ലെങ്കിൽ ഒരു 8 മണിക്കൂറെങ്കിലും ഡെയിലി എന്ത് ചെയ്യുക? ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ചാപ്റ്റർ ഏതാണ്ട് തീർന്നു. ലാസ്റ്റ് ഒരൊറ്റ എക്സാമ്പിൾ കൂടി പറഞ്ഞ് നിർത്തുകയാണ്. എവല്യൂഷൻ എന്നാണല്ലോ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ മനുഷ്യന്മാരെ മറ്റ് ഓർഗാനിസത്തിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി മാത്രമല്ല, എങ്കിലും ബ്രെയിനിൻ്റെ കപ്പാസിറ്റി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ മറ്റ് ചില ചെറിയ ഓർഗാനിസങ്ങളിൽ ഈ പറയുന്ന നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഇവിടെ പറയുന്നത്. ഹൈഡ്ര എന്ന് പറയുന്നത് ഒരു ചെറിയ ഓർഗനാണ്, മൾട്ടി സെല്ലുലാർ ചെറിയ ഓർഗനാണ്. യൂണിസെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ എന്ന് ഞാൻ മറന്നുപോയി. പ്ലനേറിയ, ഇതൊന്നും രണ്ടിനും നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. ഇൻസെക്റ്റുകളെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കുമ്പോൾ പ്ലനേറിയ നമുക്കല്ലാതെ ചെറുതായിട്ട് കാണാൻ പറ്റും. ഹൈഡ്രയൊക്കെ മൈക്രോസ്കോപ്പിലൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഹൈഡ്ര നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ എവല്യൂഷനിനകത്തൊക്കെ ഏറ്റവും ബേസിക് സിമ്പിളായിട്ടുള്ള ജീവജാലങ്ങൾ വരുന്നതാണ് ഹൈഡ്ര. ആ ഹൈഡ്രയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും? ഒരു ബ്രെയിനൊന്നും നമുക്കിവിടെ കാണാൻ പറ്റത്തില്ല. അവിടെയും പുറം ലോകമായിട്ട് എന്ത് ചെയ്യണം? അതിന് ഇൻട്രാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് പറ്റും? എ ന്യൂറൽ നെറ്റ്വർക്ക് വിത്ത് നോ കൺട്രോൾ സെൻറ്റർ ഈസ് സീൻ. അല്ലെ, അതിനെന്താണ്? നമ്മുടെ ബ്രെയിനിനെ പോലെ ഒരു മെയിൻ കൺട്രോൾ സെൻറ്റർ ഒന്നുമില്ല. ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ട്. അത് പുറത്തുള്ള സിറ്റുവേഷൻ അനുസരിച്ച് തോന്നിയപടി എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. പ്ലനേറിയിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ തലയുടെ ഭാഗത്തായിട്ട് കുറേ നെർവുകൾ ചേർന്നുള്ള എന്ത് കാണാൻ പറ്റും? ഒരു ഗാംഗ്ലിയോണുകളുടെ കൂട്ടം. നെർവിൻ്റെ ഒരു ഈ നെർവ് ഇങ്ങനെ ഒരു വട്ടം കൂടിയിരിക്കുന്ന സാധനത്തിനാണ് നമ്മൾ ഗാംഗ്ലിയ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഗാംഗ്ലിയകളുടെ ഒരു ഗാംഗ്ലിയോൺ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഗാംഗ്ലിയോണിൻ്റെ കൂട്ടത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗാംഗ്ലിയ എന്ന് വിളിക്കുന്നത്. പ്ലനേറിയുടെ തലയുടെ ഭാഗത്ത് നമുക്ക് ഇതുപോലുള്ള ഗാംഗ്ലിയ കാണാനായിട്ട് പറ്റും. അതെന്ത് ചെയ്യും? ഇൻസ്ട്രക്ഷൻസിനെ കോർഡിനേറ്റ് ചെയ്യും. പക്ഷേ ബ്രെയിൻ പോലെ ആണോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് എത്തിയിട്ടില്ല. എന്നാൽ കുറച്ചുകൂടി ഹയർ ലെവലിലുള്ള ഇൻസെക്റ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ തലയുടെ റീജിയനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ഡെവലപ്ഡ് ബ്രെയിനിൻ്റെ പോലത്തെ ഒരു ഭാഗം കാണാൻ പറ്റും. അതായത് ദ ന്യൂറോൺസ് ഇൻ ദ ഹെഡ് റീജിയൻ യുണൈറ്റ് ടു ഇവോൾവ് ഇൻ ടു എ ക്ലിയർ ആൻഡ് സംവാട്ട് ഡെവലപ്ഡ് ബ്രെയിൻ. ഓക്കെ, മാത്രമല്ല ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലത്തെ ഗാംഗ്ലിയോണിക് പെയർഡ് കാണാൻ പറ്റും. ആ പെയറുകൾ കാണാൻ പറ്റും. അതെന്ത് പറ്റും? നെർവുകളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആക്ടിവിറ്റീസിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഓർഗാനിസങ്ങളിൽ എന്ത് വരുന്നുണ്ട്? നെർവിൻ്റെ ഡെവലപ്മെൻറ്റുകൾ വരുന്നുണ്ട്. ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, കമ്പയർ ദ നെർവസ് സിസ്റ്റം ഓഫ് ഹൈഡ്ര ആൻഡ് പ്ലനേറിയം. അതുപോലെ നെർവസ് സിസ്റ്റം ഓഫ് ഇൻസെക്റ്റിൻ്റെ പെക്യൂലിയാരിറ്റീസ് ചോദിച്ചിട്ടുണ്ട്. സോ അതോടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുന്നത് നോക്കിയേ. ഇൻസെക്റ്റുകളുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ പെക്യൂലിയാരിറ്റി എന്തായിരിക്കും? അവിടെ ഇൻസെക്റ്റ് ഹാവ് ഡെവലപ്ഡ് ബ്രെയിൻ ഫോംഡ് ബൈ ദ
യൂണിറ്റിംഗ് ഓഫ് ദി ന്യൂറോൺസ് ഇൻ ദ ഹെഡ് റീജിയൻ. ഏത് ഇൻസെക്റ്റുകളുടെ കാര്യത്തിൽ മനുഷ്യനിലോട്ട് കുറച്ചൊക്കെ അടുക്കുകയാണ് അല്ലേ. നെർവ് ബ്രെയിൻ എന്ത് ചെയ്തിട്ടുണ്ട്, പെയേർഡ് നെർവ് ഗാംഗ്ലിയകളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗാംഗ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, ബോഡി സെഗ്മെൻറ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ബോഡിയെ കൺട്രോൾ ചെയ്യും. സോ ബെറ്റർ കോർഡിനേഷൻ നമുക്ക് കിട്ടും ഇൻസെക്റ്റുകളിൽ. എന്താണ് നമ്മൾ ഈ പറയുന്ന പ്ലനേറിയയിലും ഹൈഡ്രയിലും നോക്കുമ്പോൾ പ്രശ്നം എന്താ, ഹൈഡ്ര എന്ന് പറയുമ്പോഴത്തേക്ക് ഒട്ടും തന്നെ ഇല്ല അല്ലേ. എന്താണ്, നെർവിൻ്റെ കോർഡിനേഷൻ ഇല്ല, നെർവ് നെറ്റ്വർക്കുകളില്ല, കൺട്രോൾ സെൻറ്റർ ഇല്ല, റാൻഡം ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമേ അവിടെ ഉണ്ടാവത്തുള്ളൂ. വെരി സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റമാണ്. പ്ലനേറിയ വരുമ്പോൾ കുറച്ചുകൂടി വരും അല്ലേ, നെർവ് ഗാംഗ്ലിയകൾ വരും, പെയർ ഓഫ് ഗാംഗ്ലിയ ഹെഡ് റീജിയനിൽ കാണാൻ പറ്റും. ആ ഗാംഗ്ലിയാണ് എന്ത് ചെയ്യുന്നത്, ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നത്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ദാൻ ഹൈഡ്ര. ഈ പ്ലനേറിയേക്കാൾ അഡ്വാൻസ്ഡ് ആണ് ഇൻസെക്റ്റ്. ഈ ഇൻസെക്റ്റുകളെക്കാളും അഡ്വാൻസ്ഡ് ആണ് നമ്മളെ പോലെയുള്ള ആനിമൽസിനകത്ത് വരുന്നത്. അവിടെ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഭാഗം സ്പെസിഫിക് ആയിട്ട് തന്നെ ഉണ്ട്. തീർന്നു, ചാപ്റ്റർ തീർന്നു, ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് കൺക്ലൂഷനൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ വായിച്ചാൽ മതി. അപ്പോൾ അതോടുകൂടി ഒരു വലിയ ചാപ്റ്റർ കൂടെ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി ലെറ്റസ് അസസ് എന്ന ഭാഗമാണ്. അതിൻ്റെ ക്ലാസ്സുമായിട്ട് ഞാൻ ഉടനെ തന്നെ ഏതാണ്ട് എത്ര ചോദ്യമുണ്ട്, 9ഓളം ചോദ്യമുണ്ട്. സോ ഈ ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരവായിട്ട് ഞാൻ ഉടനെ തന്നെ പുതിയ ക്ലാസ്സിൽ എത്തുന്നതായിരിക്കും. സോ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.